ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിന്ന് ബീഫ് ഉലർത്തിയത് എങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കിലോ ബീഫ് കഴുകി വെച്ചത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇത് നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിലാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. കാരണം ബീഫിന് നല്ല വേവുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു 5-6 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം കൂടുതൽ വേണ്ട, കാരണം പെട്ടെന്ന് തന്നെ ബീഫിൽ കൂടുതൽ വെള്ളം ഉണ്ടാവും. ഇപ്പോൾ 5-6 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളമില്ലാതെ ഊറ്റി മാറ്റണം. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമുക്ക് നല്ല ബ്രൗൺ നിറമാകുമ്പോൾ എണ്ണയിൽ നിന്ന് നമുക്കിത് കോരി മാറ്റാം. ഇനി നമ്മൾ തേങ്ങ ചിരവി വെച്ചതും കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് തേങ്ങ ചിരവി വെച്ചതും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ബ്രൗൺ നിറമാകുമ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. ഇതിനി നമുക്കൊന്ന് കോരി മാറ്റാം. അതവിടെ മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ ആദ്യം വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത ആ ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്കൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു വെള്ളത്തിൻ്റെ ഇതൊന്നുമില്ല, നല്ല ഫ്രൈ കളറായിട്ടുണ്ട്. അപ്പോൾ ഉലർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഇല്ലാതെ ഒന്ന് നന്നായിട്ട് ആക്കിയെടുക്കണം. ഇത് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി മൂക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ ചെറിയ ഉള്ളിയൊക്കെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് മൂത്ത് കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മുടെ ബീഫ് ഉലർത്തിയതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നല്ല ഒരു ബ്രൗൺ നിറമായി വരുമ്പോൾ നമ്മൾ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചത്, ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് വെച്ചത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു 2 സവാളയോളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ബ്രൗൺ നിറമാവുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. ഇപ്പോൾ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പിലയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞതാണ് വേണ്ടത്. അതും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പിന്നെ വലിയ ജീരകത്തിൻ്റേതും കൂട്ടി മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മൾ തക്കാളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 തക്കാളിയോളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മസാലയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇപ്പോൾ ഈ മസാലയിലോട്ട് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ആദ്യം ബീഫ് വേവിച്ച് വെച്ചതാണ്. അതിൽ ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് മാത്രമേ ഇതിലേക്ക് യൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ ആദ്യം ബീഫ് വേവിച്ചെടുത്ത ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മസാലകളൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക.
ഇപ്പോൾ ഇത് നല്ലൊരു പരുവമായിട്ടുണ്ട്. നല്ലോണം തിളച്ച് വരണം. അപ്പോൾ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉലർത്തി വെച്ച ബീഫിനെ കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് നല്ലൊരു ഫ്ലേവറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മസാല പിടിക്കണം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാൻ പറ്റും, ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ ബീഫ്. അപ്പോൾ നമ്മൾ തേങ്ങ ചിരവി അത് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ തേങ്ങ കൊത്തി അരിഞ്ഞ് വെച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തായിരിക്കും എന്ന്. കാരണം കണ്ടാലേ അറിയാൻ പറ്റും, അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഉലർത്തിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് സെർവ് ചെയ്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഓക്കെ, എല്ലാവർക്കും നന്ദി.